ഇതാ ഈ ഇന്ത്യയുടെ ഒരൊറ്റ അടിയെ ഇന്ത്യ അടിച്ചിട്ടുള്ളൂ പാകിസ്ഥാനിട്ട്. കാരണം കുറ്റിക്കൊരു അടിയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അത് നല്ല A-ക്ലാസ് അടി തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പാകിസ്ഥാന്റെ? അവിടെ ഇപ്പോൾ ആഭ്യന്തര കലാപം ഉടലെടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ അടിയിൽ തകർന്നു എന്നുള്ളത് ഒരു കാര്യം, അത് സത്യമാണ്. അത് സത്യമാണ്, പരമമായ സത്യമാണ്. അപ്പോ അവിടെ ഇപ്പോ കരച്ചിലും വീഴ്ചിലും ബഹളമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി പിടിച്ചിരിക്കാൻ കഴിയും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെ, അത് അവര് തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഒരടി അടിച്ചു, തിരിച്ചടി കിട്ടുകയും ചെയ്തു, തിരിച്ചടി തുടങ്ങുകയും ചെയ്തു. ഇനി എവിടെ ചെന്ന് ഇത് അവസാനിക്കുന്നു പേടി അവർക്കുണ്ട്. അവർ വിചാരിച്ചെടുക്കെ എല്ലാ കാര്യങ്ങളും എത്തിയത്. അവർ ഇത്രയും രൂക്ഷമാകും എന്നുള്ളതും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവിടെ ഇപ്പോൾ നമ്മുടെ തിരിച്ചടിയേക്കാൾ വലിയ അടി പാകിസ്ഥാനിനുള്ളിൽ നടക്കുകയാണ്. ആഭ്യന്തര കലാപം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഈ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നതാണ്. അപ്പൊ ആ ഒരു സംഭവം ഇപ്പൊ ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഒരു വാർത്ത വരുന്നത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറുള്ള ഏറ്റവും വലിയൊരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അപ്പോ ഈ ബലൂചിസ്ഥാന്റെ ഈ ഒരു നീക്കം നടക്കുന്നത് പാകിസ്ഥാൻ ഭീകരരെ ലക്ഷ്യമിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഓപ്പറേഷൻ നടക്കുകയാണല്ലോ. ആ ഒരു സമയത്തെ അവര് മുതലെടുക്കുകയാണ്. അതിനെ മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഇവർ ശക്തി പ്രാപിച്ചതും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഫ്ലാഗ് ഉയർത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു കാലങ്ങളായിട്ട് അവരിങ്ങനെ അവർ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീട് കിട്ടിയ ഒരു അവസരമാണ് ഈ അവസരം, അത് അവർ പ്രയോജനപ്പെടുത്തുകയാണ്. അതെ, ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA അത് കഴിഞ്ഞ ദിവസം 14 പാക് സൈനികരെ കുഴിബോംബ് സ്ഫോടനത്തിലൂടെ ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സത്യത്തിൽ ഇവരിവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതും പതാക ഉയർത്തുന്നതുമൊക്കെ. ഇതിനെ തുടർന്നിട്ട് അവരവിടെ ആഹ്ലാദ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈനികരെയും നേരിട്ട് പാകിസ്ഥാനിൽ BLA മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം. അപ്പൊ ഇതിന്റെ സ്ഥിരീകരണം നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ഇത്തരത്തിലുള്ളതാണ്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, പതാക ഉയർത്തി എന്നുള്ളതാണ്. ഈ പറയുന്ന ഏതാനും ദിവസങ്ങളായിട്ട് BLA അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാക് സൈന്യത്തിന് നേരെ വളരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുന്നേ തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസമൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ അതെ, അവർക്ക് അടിച്ചമർത്തലൊക്കെ മടുത്തു, ജനങ്ങൾക്ക് മടുത്തു. ഇവരെ എത്രത്തോളം ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും അതനുസരിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായ ഒരു ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പ്രശ്നത്തിലൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ബലൂചിസ്ഥാൻ ആർമിയുടെ പോരാട്ടം ശക്തമായതോടുകൂടി പാക് സേന ഒന്നുകൂടി സമ്മർദ്ദത്തിലായി. ഇപ്പൊ പാക് സേനയ്ക്ക് ഒരേ സമയം ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയെയും നേരിടണം, അതേസമയം അവരുടെ ഉള്ളിലുള്ള അകത്തുള്ള ഈ ഒരു മുന്നേറ്റത്തെയും നേരിടേണ്ട ഒരു അവസ്ഥയാണ്. അതായത് വ്യാഴാഴ്ച പകലും BLA പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇന്ത്യ പാക് സംഘർഷം കനക്കുന്നതിനിടെ ഈ മുന്നേറ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. തടവുകാരെയൊക്കെ മോചിപ്പിച്ച ശേഷമാണ് ഇവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ 7 സൈനികരെ 14 സൈനികരെ അതിൽ സ്ഥിരീകരണം വരാനുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നത് 20ഓളം സൈനികരെ വധിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബലൂച്ച് വിമോചന പോരാട്ടമൊക്കെ അടിച്ചമർത്താനായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ശ്രമമൊക്കെ നടത്തിയതിനു ശേഷം പോരെ ഇന്ത്യക്ക് നേരെ ആക്രമിക്കാൻ വരേണ്ടത്. സ്വന്തം വീട്ടിലെ കാര്യം തീർത്തിട്ട് അയൽക്കാരന്റെ കാര്യത്തിന് പോരെ. അതാണ് ഈ ഭീകരരുടെ തലയിൽ മുഴുവനും ഉള്ളത് ഹൂറികളാണല്ലോ. ഹൂറികൾ ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആവശ്യം വേണ്ട ബുദ്ധിയില്ല, പ്രായോഗിക ബുദ്ധിയില്ല. ചേട്ടാ, ഹൂറികളുടെ സൗന്ദര്യത്തിൽ മയങ്ങി നടക്കുമ്പോൾ അവരെങ്ങനെയാണ് സ്വന്തം വീട്ടിലെ പ്രശ്നം തീർക്കണം? അവർക്ക് ഹൂറികളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കെതിരെ തിരിയണം. അപ്പൊ ഇവിടെ അത് ചിന്തിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള ബോധം
ഇവറ്റകൾക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തുള്ള ആഭ്യന്തര കലാപങ്ങളെ നേരിട്ടതിന് ശേഷം മാത്രമല്ലേ ഏതൊരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് നേരെ തന്നെ തിരിയുക പോലുമുള്ളൂ. അത് ആനമണ്ടന്മാരാണ്, മണ്ടത്തരമാണ് കാണിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ആണവായുധമുണ്ടെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയും. അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നമ്മൾ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്കുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ എപ്പോഴെങ്കിലും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഇതുകൊണ്ടെന്ന്? ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഇസ്രയേൽ പറഞ്ഞിട്ടില്ല, അമേരിക്ക റഷ്യ പറഞ്ഞിട്ടില്ല, അതെ, ഇവരാരും പറഞ്ഞിട്ടില്ല, അത് ഇന്ത്യയും പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈനിക ശേഷിയിലും നമ്മുടെ പ്രതിരോധ രംഗത്തെ മികവിലും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മുന്നേറ്റമുള്ള ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്കിതുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് അവർ ആണവായുധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താ, നമുക്ക് ആണവായുധം ഇല്ലാഞ്ഞിട്ടാണ്. മാത്രമല്ല അതിനോട് ചേർത്ത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് നമ്മുടെ ആണവായുധം ദീപാവലിക്ക് പൊട്ടിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ്. അതിൽ കൂടുതൽ മറുപടി ഒന്നും അവർക്ക് കിട്ടില്ല. ഇത് പറയുമ്പോഴത്തേക്ക് പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് 20 കിലോമീറ്റർ അകലെ വരെ മിസൈൽ വീണു. അതോടുകൂടി അവിടെ അങ്ങേര് പോയി. അതെ, ഇസ്ലാമാബാദിൽ മിസൈൽ ഏതാണ്ട് കുറച്ചപ്പുറത്ത് വരെ വീണു. എന്നിട്ട് അതേസമയം ഇങ്ങനെ പാക് പ്രധാനമന്ത്രി ഒളിച്ചോടിയപ്പോഴത്തേക്ക് ജമ്മു കാശ്മീരിലെ ഒമർ അബ്ദുള്ള റോഡ് മാർഗമാണ് ഇന്നലെ അദ്ദേഹം അതുവഴി പോയത്. നമ്മുടെ ആർമിയിലും നമ്മുടെ സേനയിലും ഒക്കെ ഉള്ള ഒരു വിശ്വാസം അത് എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ആലോചിച്ചു. തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശമായി കഴിയുമ്പോൾ തന്നെ ഇവിടെ പല പാർട്ടിക്കാരും പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശമാക്കിയത് ശരിയായില്ലെന്ന്. അതിൽ ജമ്മു കാശ്മീർ ജനതയ്ക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അവരുടെ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരുന്ന ആ ഒരു അവസ്ഥയിലാണ് ഈ പ്രശ്നം വീണ്ടും ഉണ്ടാകുന്നത്. ടൂറിസം ഒക്കെ നല്ല വികസിച്ചു വരുന്ന ഒരു സമയമായിരുന്നു. അതായത് ആർട്ടിക്കിൾ 370 റദ്ദാക്കുമെന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന എന്താ പറയാ ചില ആളുകളുണ്ടല്ലോ നമ്മുടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന അവർക്ക് കൃത്യമായ ഇവർക്കാണ്. അപ്പൊ ആ സമയത്ത് ഇവര് കുത്തിത്തിരിപ്പുണ്ടാക്കിയത് കൊണ്ട് അവർ ഇതുവരെയും സൈനിക നീക്കങ്ങളിലും മറ്റുമൊക്കെ ഈ ആക്രമണവും കണ്ട് മടുത്തത് കൊണ്ട് അവർക്ക് അറിയില്ല ഇനി എന്ത് സംഭവിക്കും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയായിരുന്നു. അതെ, അവർക്ക് അറിയില്ല നല്ലൊരു ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ആർട്ടിക്കിൾ 370 റദ്ദാക്കി ആദ്യം ഉണ്ടായിരുന്ന ഒരു പ്രശ്നബാധിതമായിട്ടുള്ള പ്രശ്നമൊക്കെ അതൊക്കെ അയവ് വന്നതിന് ശേഷം അവർക്ക് അവരുടെ ഏറ്റവും മാർഗം എന്ന് പറയുന്നത് അതെ വിനോദസഞ്ചാരമാണ്. ആ വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ചാണ് ആ ഒരു മേഖല മുഴുവൻ ജീവിച്ചു പോകുന്നത്. അപ്പൊ അതുവരെ 40 രൂപയ്ക്കൊക്കെ റൈഡ് നടത്താൻ വേണ്ടി കെഞ്ചിക്കൊണ്ടിരുന്നവർക്ക് ഇന്ന് ഫിക്സഡ് റേറ്റ് ആണ്. അപ്പൊ അത്രത്തോളം അവർ ജീവിതത്തിൽ സ്വാതന്ത്ര്യവും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു നീക്കം ഉണ്ടാകുന്നത്. അതിന് പോലും പ്രാദേശികമായ പിന്തുണയോടെ ഉണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഈ സിവിലിയൻസിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെണ്ടിത്തരമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദിയോട് പോയി പറയാൻ പറഞ്ഞു, മോദി അതിനുള്ള മറുപടി കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ 2ആയി പിളർന്നിരിക്കുന്നു ഇതിനകം തന്നെ എന്നുള്ളതാണ്. ഇനി കൂടുതൽ തിരിച്ചടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ 2ആയിട്ടല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകില്ല. ബലൂചിസ്ഥാൻ നിലവിൽ വരികയും ചെയ്യും. അതിനുള്ള സകല സാധ്യതകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു, പതാക ഉയർത്തി എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിൽ BLAക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് ഇനി പാകിസ്ഥാനെ തലപൊക്കാനുള്ള ശേഷി ഉണ്ടാകില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സമയം തന്നെ എന്താ പറയാ ആ പതാക ഉയർത്തുന്നതിന് മുതലാക്കും. സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണ്ടതാണ്. ഭീകരതയ്ക്ക് മാത്രം കൂട്ടുപിടിക്കുകയല്ലോ വേണ്ടത്. അവർക്ക് ഇനി അവർ എന്ത് തന്നെ ചെയ്താലും നമുക്ക് അതിനുള്ള ഒരു തിരിച്ചടി കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളിടത്തോളം നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. രത്ന ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. പാകിസ്ഥാൻ ഇതിനകം തന്നെ 2ആയി പിളർന്നു കഴിഞ്ഞു.